ഒരു സ്കൂട്ടർ സെഗ്മെന്റിലോട്ട് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു വണ്ടി Yamaha RayZR ആണ്. നീങ്ങണില്ല വണ്ടി. എനിക്ക് തോന്നി ഇത് വണ്ടി കൈ കൊടുത്തിട്ട് ഇതിന്റെ കൂടെ ഇറങ്ങി ഓടിയാന്തെന്ന് വരെ ചിന്തിച്ചു പോയി. കാരണം വണ്ടി നീങ്ങുന്നില്ല. ആ സമയത്ത് ശരിക്കും നമ്മൾ ബൈക്കിനെ മിസ് ചെയ്യും. RayZRനെ പറ്റി പ്രത്യേകിച്ച് ഒരു ഇൻട്രോ പറയേണ്ട കാര്യമില്ല. ഹോണ്ടയ്ക്ക് ഡിയോ പോലെയാണ് Yamahaയ്ക്ക് RayZR എന്ന് പറയുന്നത്. ഫ്രണ്ടിൽ നിന്നുള്ള ലുക്കും കാര്യങ്ങളും ഇതാണ്. ചെറിയൊരു ഷോർട്ട് വൈസറൊക്കെ വരുന്നുണ്ട്. എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിൻ്റെ സൈലൻസറിൻ്റെ സൈസ് ഉണ്ടോ, നമുക്ക് ബൈക്കിൽ പോലും കിട്ടാത്ത അത്രയും ഒരു വലിയൊരു സൈലൻസർ ഈ ഒരു പോർഷനിൽ വരുന്നുണ്ട്. 90 12 ടയറാണ് ഫ്രണ്ടിൽ വരുന്നത്. ട്യൂബ്ലെസ് ആണ്, ഫ്രണ്ടും ബാക്കും ട്യൂബ്ലെസ് ആണ്. ബാക്കിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് 110 90 10ൻ്റെയാണ് ബാക്ക് ടയർ സൈസ് വരുന്നത്. 7000 രൂപയുടെ വ്യത്യാസത്തിൽ എനിക്ക് കുറച്ച് നല്ല ഫീച്ചേഴ്സ് കിട്ടി. 7000 രൂപയുടെ വ്യത്യാസത്തിൽ ഡിസ്ക് ബ്രേക്ക് കിട്ടി. 1,02,000 രൂപയുടെ വണ്ടിയിൽ ഡ്രം ആണ് വരുന്നത്. 1,02,000 രൂപയുടെ വണ്ടിയിൽ ഹാലജനാണ് വരുന്നത്. പിന്നെ ഡിയോ എനിക്ക് ഓടിക്കുന്ന സമയത്തുള്ള ഒരു പ്രശ്നം നൈറ്റ് നമുക്ക് ഒട്ടും വെട്ടമില്ല. ഏകദേശം ഒരു 4 വർഷം തണ്ടർബേഡ് യൂസ് ചെയ്ത ഒരാളാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് തണ്ടർബേഡിൽ നിന്ന് പെട്ടെന്ന് ഇതിലോട്ട് ഒരു ഡൗൺ ഗ്രേഡ്, എല്ലാവരും അപ്ഗ്രേഡാണ് ചെയ്യുന്നത്. വെൽക്കം ബാക്ക് ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ RayZR BS6 ആണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഡെലിവറി എടുക്കാൻ പോകുന്ന വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ചെറിയൊരു കുട്ടി ഓണർഷിപ്പ് റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓണറിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ആ ഒരു വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോഴത്തേക്കും വണ്ടിയെ പറ്റി പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ പുള്ളിയെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പോൾ റോയൽ എൻഫീൽഡ് തണ്ടർബേഡാണ് പുള്ളി ഇത്ര നാൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ തണ്ടർബേഡ് കൊടുത്തിട്ടാണ് പുള്ളി ഈ ഒരു വണ്ടിയിലോട്ട് വന്നത്. അപ്പോൾ അതിൻ്റെ എന്തുകൊണ്ടാണ് എൻ്റെ റീസണും, അല്ലെങ്കിൽ തണ്ടർബേഡിൽ നിന്ന് പെട്ടെന്ന് നമ്മുടെ ഈ ഒരു സ്കൂട്ടിയിലോട്ട് വന്നപ്പോഴത്തേക്കും എന്തൊക്കെയാണ് തോന്നിയ കുറച്ച് ഡിഫറൻസ് കാര്യങ്ങളും അതൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. പിന്നെ ഓണർഷിപ്പ് അത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള ഓണർഷിപ്പ് റിവ്യൂ ആയിട്ട് നിങ്ങൾ കാണണ്ട. കാരണം വണ്ടി ഇപ്പോൾ ഏകദേശം ഒരു 2000 മുകളിൽ മാത്രം കിലോമീറ്റർ മാത്രമേ ആയിട്ടുള്ളൂ. ഒരു 5000 ഒരു 10K ഒക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഡെപ്ത് ആയിട്ടുള്ള ഓണർഷിപ്പ് റിവ്യൂ നമുക്ക് പുള്ളി വെച്ചിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ വണ്ടിയെ പറ്റി ഞാൻ കുറച്ചൊന്ന് എവിടെയെങ്കിലും ഒന്ന് വണ്ടി ഒന്ന് സൈഡ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സ്പെക്കും കാര്യങ്ങളൊന്ന് ഓടിച്ച് പറഞ്ഞുതരാം. RayZR BS6 ആണ്, ബ്ലാക്ക് വേരിയൻ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഞാൻ വണ്ടി എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ട് വണ്ടിയെ പറ്റി ജസ്റ്റ് ഒന്ന് ഓടിച്ച് ചെറിയൊരു വാക്കറൗണ്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് നമ്മുടെ RayZR. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു വ്ളോഗിൽ ഈ വണ്ടി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഡെയിലി വ്ളോഗിൽ ഡെലിവറി കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്താണ് RayZRനെ പറ്റി പ്രത്യേകിച്ച് ഒരു ഇൻട്രോ പറയേണ്ട കാര്യമില്ല. ഹോണ്ടയ്ക്ക് ഡിയോ പോലെയാണ് Yamahaയ്ക്ക് RayZR എന്ന് പറയുന്നത്. ഏകദേശം രണ്ടും ഒരേ സമയത്താണ് ലോഞ്ച് ആവുന്നത്. അപ്പോൾ ലോഞ്ച് ആയ സമയത്ത് തന്നെ സ്പെക്കും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഒരുപാട് ഫ്രീക്കന്മാർക്കിടയിലാണ് വണ്ടി ഒരുപാട് ട്രെൻഡ് ആയത്. ഒരു സ്കൂട്ടി എന്നൊക്കെ പറയുമ്പോഴേക്കും ഒരു ഡെയിലി യൂസിന് വേണ്ടിയായിരിക്കും കൂടുതൽ പേരും വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഡെയിലി യൂസിന് വേണ്ടി സ്കൂട്ടി വാങ്ങിക്കുന്നത്. പക്ഷേ ഈ റേ അല്ലെങ്കിൽ ഡിയോ എന്ന് പറയുന്നത് ഫ്രീക്കന്മാരുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ ഹിറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഫേസ് ലിഫ്റ്റൊക്കെ ചെയ്തിട്ടുള്ളൊരു മോഡലാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. BS6 ആണ്, 2022 മോഡലാണ്, ഫുള്ളി ബ്ലാക്ക് ആണ്. പിന്നെ ഈ ഒരു പോർഷനിലായിട്ട് ചെറിയൊരു മാറ്റ് പോർഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. രണ്ട് സൈഡിൽ ബ്ലാക്ക് ഫിനിഷാണ്, ഗ്ലോസി ബ്ലാക്കാണ് വരുന്നത്. പിന്നെ Yamahaയുടെ ഗോൾഡൻ കളർ ലോഗോയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ ഒരു പൊസിഷൻ മാത്രമാണ് LED ആയിട്ട് വരുന്നത്. ഫുള്ളി LED സെക്ഷനാണ് വരുന്നത്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഹാലോയിൻ സെറ്റപ്പാണ് വരുന്നത്. ഇവിടെ ചെറിയ DRL പോലെ ഒരു സംഭവം വരുന്നുണ്ട്. പിന്നെ ബാക്കിൽ നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും ബാക്കിലത്തെ ലൈറ്റിൻ്റെ സെക്ഷനും കാര്യങ്ങളൊക്കെ ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഹാലോയിൻ സെറ്റപ്പാണ് വരുന്നത്. രണ്ട് ഇൻഡിക്കേറ്റേഴ്സും ബാക്കിലൊക്കെ ഹാലോയിൻ സെറ്റപ്പാണ് വരുന്നത്. ബാക്കിൽ ടൈൽ ലൈറ്റും ഹാലോജനാണ് വരുന്നത്. അതിൻ്റെ ഡിസൈനൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ക്രാഷ് കാർഡ് പോലത്തെ ഒരു സംഭവം അവർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ തരും. ഭയങ്കര ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട. ഈ ഒരു ജോയിൻ്റൊക്കെ കണ്ടോ, ഈ ഒരു ജോയിൻ്റൊക്കെ നമുക്ക് അത്യാവശ്യം നല്ലതായിട്ട് കാണാൻ പറ്റും. ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു പോർഷനിൽ നമുക്ക് ആ ഒരു എന്ന് വെച്ചാൽ കുറച്ച് ബൾക്കി ഫീൽ കാണുന്നുണ്ട് വണ്ടി ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും. അത് ഈ പൈപ്പ് നല്ല വിട്ടുള്ള പൈപ്പാണ് ഈ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗ്രില്ലിൻ്റെ ഒക്കെ ഇതുകൊണ്ട് വണ്ടി കുറച്ചൊരു ഹെവി വലിയ വണ്ടിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിൽ നിന്നുള്ള ലുക്കും കാര്യങ്ങളും ഇതാണ്. ചെറിയൊരു ഷോർട്ട് വൈസറൊക്കെ വരുന്നുണ്ട്. അതും ഫുള്ളി അവർ നല്ല പക്ക ഒരു നീറ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 125 cc ആണ് വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന മാക്സിമം പവർ എന്നത് 8.2 bhp ആണ്. മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്ക് എന്ന് പറഞ്ഞാൽ 10.2 ആണ്. ഫ്രണ്ടിൽ ഡിസ്ക് വരുന്ന വേരിയൻ്റ് ആണ്. ഇതിൻ്റെ കുറച്ചുകൂടെ ഒരു ടോപ്പ് വേരിയൻ്റ് ഉണ്ട്. അതിന് ഏകദേശം ഒരു 3000 ആ ഒരു ലെവലിൽ മാത്രമേ പ്രൈസ് ഡിഫറൻസ് കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. അല്ലാതെ വേറെ വലിയ ചേഞ്ചസ് ഒന്നും ആ ഒരു ടോപ്പ് വേരിയൻ്റ് ഇതും തമ്മിൽ വരുന്നില്ല. ബാക്കി പാർട്സും കാര്യങ്ങളൊക്കെ എല്ലാം സെയിം ആണ്. എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിൻ്റെ സൈലൻസറിൻ്റെ സൈസ് ഉണ്ടോ, നമുക്ക് ബൈക്കിൽ പോലും കിട്ടാത്ത അത്രയും ഒരു വലിയൊരു സൈലൻസർ ഈ ഒരു പോർഷനിൽ വരുന്നുണ്ട്, കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ടയറിൻ്റെ സെക്ഷനിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് 90 12 ടയറാണ് ഫ്രണ്ടിൽ വരുന്നത്. ട്യൂബ്ലെസ് ആണ്, ഫ്രണ്ടും ബാക്കും ട്യൂബ്ലെസ് ആണ്. ബാക്കിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് 110 90 10ൻ്റെയാണ് ബാക്ക് ടയർ സൈസ് വരുന്നത് കേട്ടോ. ട്യൂബ്ലെസ് ആണ് വരുന്നത്. ആൽബിത്ത അലോയ് വീൽസ് ആണ്.
ബാക്കിൽ ഡ്രം ബ്രേക്കാണ് വരുന്നത്, ഫ്രണ്ടിൽ മാത്രമാണ് നമുക്ക് ഡിസ്ക് അവൈലബിൾ ആയിട്ടുള്ളത്. വണ്ടി നല്ല ബ്രേക്കിംഗ് ഒക്കെ നല്ല എഫിഷ്യൻസിയാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ കുറച്ച് നേരം ഓടിച്ചായിരുന്നു വണ്ടി. പിന്നെ നല്ല നമ്മൾ ആക്സിൽ ഇങ്ങനെ പെട്ടെന്നൊക്കെ തിരിക്കുന്ന സമയത്ത് ആ ഒരു എഞ്ചിൻ്റെ ആ ഒരു പുഷിങ് നല്ല രീതിക്ക് നമുക്ക് കയ്യിൽ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല രീതിക്ക് പുഷ് ചെയ്ത് വണ്ടി ഇങ്ങനെ കയറുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് പവർ ഡെലിവറിയും കാര്യങ്ങളൊക്കെ തരുന്നൊരു വണ്ടിയാണ്. അപ്പോൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സ്പെക്കും കാര്യങ്ങളൊന്നും എടുത്ത് പറയുന്നില്ല. കാരണം നമ്മൾ ഈ ഒരു വണ്ടിയുടെ ഓണറിനെ വെച്ചാണ് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഓണർ തണ്ടർബേർഡ് കൊടുത്തിട്ടാണ് ഈ ഒരു വണ്ടിയിലേക്ക് വന്നത്. അപ്പോൾ അതിൻ്റെ എന്തുകൊണ്ടാണ് തണ്ടർബേർഡ് കൊടുത്തിട്ട് ഇത് എടുക്കാനുള്ള കാരണം, അല്ലെങ്കിൽ ഇപ്പോൾ 2023 ആയി കഴിഞ്ഞു. 2023 വെച്ച് നോക്കുമ്പോഴത്തേക്കും 125cc സെഗ്മെൻറ്റിൽ അത്യാവശ്യം നല്ല രീതിക്ക് കട്ട കോമ്പറ്റീഷനായിട്ട് നിൽക്കുന്ന ഒരു ഫീൽഡാണ്. സുസുക്കിയുടെ ഉണ്ട്, ഹോണ്ടയുടെ ഉണ്ട്, യമഹയുടെ ഉണ്ട്. അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ TVSൻ്റെ ഉണ്ട്. ലുക്ക് വൈസും സ്പെക്ക് വൈസൊക്കെ നോക്കുവാണെങ്കിൽ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ പുള്ളി എന്തുകൊണ്ടാണ് തണ്ടർബേർഡിൽ നിന്ന് നേരെ ഈ ഒരു യമഹ RayZR എന്നുള്ള ഈ ഒരു മോഡലിട്ട് എന്തുകൊണ്ടാണ് വന്നത് എന്നുള്ള റീസണൊക്കെ നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഓണർ. എൻ്റെ പഴയകാല വീഡിയോ ഒക്കെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു മുഖം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാരണം നമ്മൾ ആദ്യമൊക്കെ ഒരുമിച്ച് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവർ കറൻ്റ്ലി വീഡിയോസ് ചെയ്യുന്നില്ല അല്ലേ? ഇപ്പോൾ ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് സ്റ്റേ ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ അന്നത്തെ ആ ഒരു വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഈ ഒരു ഫേസ് ഫെമിലിയർ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഓണർ. ആ ഒരു ഡെലിവറി എടുത്ത സമയത്ത് ഞാൻ സൈഡിൽ ജസ്റ്റ് ഫോട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഷിബിൻ ശേഖർ എന്നാണ് പേര് അല്ലേ? നമ്മൾ ഒരുപാട് വർഷം കൊണ്ട് ഫ്രണ്ട്സാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ആളുടെയും വീട്. അപ്പോൾ നമുക്ക് ചോദിച്ചറിയാമല്ല. ഓക്കെ, റെഡി അല്ലേ? റെഡിയാണ്. ഓക്കെ, അപ്പോൾ ഷിബിൻ ബ്രോ ആണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, മാർക്കറ്റിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല കോമ്പറ്റീഷനുള്ള ഫീൽഡാണ് നമ്മുടെ ഈ 125cc സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്, അത് സ്കൂട്ടി സെഗ്മെൻറ്റിൽ. അപ്പോൾ ബ്രോ എന്തുകൊണ്ടാണ് ഈ ഒരു വണ്ടിയിലോട്ട് തന്നെ പോകാനുള്ള കാരണം? ഓക്കെ, മെയിനായിട്ട് ഇപ്പോൾ ഒരു സ്കൂട്ടർ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എൻഡോർക്ക് ആയിരിക്കും. പക്ഷേ എൻ്റെ ആദ്യത്തെ ഓപ്ഷനിൽ എൻഡോർക്ക് ഇല്ലായിരുന്നു. എൻഡോർക്ക് അല്ലെങ്കിൽ ഡിയോ ആയിരിക്കും ഫ്രീക്കന്മാരൊക്കെ പോകും. ഡിയോ എന്തായാലും ഞാൻ അത് വേണ്ടാന്ന് വെച്ച വണ്ടിയാണ്. കാരണം ഞാൻ ഓടിച്ചിട്ടുള്ളതിൽ ഏറ്റവും മോശം വണ്ടി എന്ന് പറയുന്ന ഒന്ന് ഡിയോ ആണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല. ഒന്നാമത്തെ കേസ്, പണ്ട് നമുക്ക് തോന്നിയിരുന്ന ഏറ്റവും കൂടുതൽ പവറുള്ള ഒരു വണ്ടി ഡിയോ ആയിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്തിരുന്നു. പക്ഷേ ആ ശരിക്കും വണ്ടി ഒരു 2 പേരെയും കൊണ്ട് ഓടുകയാണെന്നുണ്ടെങ്കിൽ പവർ അത്ര ഇല്ല. 150cc വണ്ടിയേ ഉള്ളൂ. അത് കാരണം പിന്നെ മാത്രമല്ല, ആ വണ്ടി നമ്മൾ കുറച്ച് ലോങ് ഒക്കെ ഓടിക്കുമ്പോൾ, ഞാൻ ഒരു 80 കിലോമീറ്റർ ഒരു ദിവസം കവർ ചെയ്തിരുന്നു ആ വണ്ടിയിൽ. ആ ഡിയോ ഓടിക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയിൽ ആ ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഈ മുട്ട് വേദന, കൈമുട്ടും കാൽമുട്ടും നല്ല വേദന വരും. പ്രത്യേകിച്ച് കാൽമുട്ട്. ആ ഒരു റൈഡിങ് പൊസിഷൻ അത്ര കംഫർട്ട് അല്ല. അതുകൊണ്ട് ഞാൻ ഡിയോ ആദ്യമേ ഞാൻ ഒഴിവാക്കിയിരുന്നു. പിന്നെ ഡിയോ നല്ല മൈലേജ് ഉണ്ട്. പുതിയ ഡിയോയ്ക്ക് സിംഗിൾ ആയിട്ടാണ് ഓടിക്കുന്നതെങ്കിൽ 71 വരെ കിട്ടുന്നുണ്ട്. പിന്നെ 2 പേര് വെച്ചിട്ട് നല്ല അത്യാവശ്യം കത്തിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ 54 റേഞ്ചിലും മൈലേജ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ് ഡിയോ എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ ഡിയോ. പിന്നെ അതുകൊണ്ട് ഞാൻ ഡിയോ പിന്നെ മാറ്റി വെച്ചു, ഈ റൈഡിങ് കംഫർട്ട് ഇല്ലാത്തതുകൊണ്ട്. പിന്നീട് അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ബർഗ്മാൻ ആയിരുന്നു. പിന്നെ എൻഡോർക്ക് ഞാൻ ആദ്യമേ വേണ്ടാന്ന് വെച്ചു. എൻഡോർക്ക് സ്റ്റൈലിഷും കാര്യങ്ങളും വെച്ച് നോക്കുകയാണെങ്കിൽ എൻഡോർക്കിന്റെ കൂടെ നിൽക്കുന്ന ഒരു സ്കൂട്ടറും ഇപ്പൊ ഇല്ല. എയറോക്സ് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ വേറെ ഒരു സ്കൂട്ടറും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ അവരുടെ സർവീസ്, പിന്നെ വണ്ടിയുടെ മെയിൻ്റനൻസ്, പിന്നെ മൈലേജ്, അതൊക്കെ വെച്ച് നോക്കിയപ്പം എൻഡോർക്ക് എന്തായാലും വേണ്ടാന്ന് ഞാൻ ആദ്യമേ തീരുമാനിച്ചിരുന്നു. പിന്നെ ഉള്ള ഒരു ഓപ്ഷൻ ബർഗ്മാനാണ്. ബർഗ്മാൻ വണ്ടി കാണാൻ ഒരു ലുക്കില്ല, ഒരു പറക്കം തെളിയ പോലെയാണ് ഇരിക്കുന്ന വണ്ടി. പക്ഷേ അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്, നല്ല പവറുണ്ട്. എസ്പെഷ്യലി അതിൻ്റെ റൈഡിങ് കംഫർട്ട് എന്ന് പറയുന്നത് ഭീകരമാണ്. പിന്നെ അടുത്ത ഒരു ഓപ്ഷൻ വന്നത് യമഹയുടെ RayZR ആണ്. RayZR യമഹ എന്ന് പറയുന്നത് കുറേ വർഷമായിട്ട് ഇവിടെ ഫീൽഡിലുണ്ട്. അതുകൊണ്ട് RayZRനെ പറ്റി നല്ലൊരു റിവ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ RayZR, ബർഗ്മാൻ ഇത് രണ്ടിലാണ് ഏതെങ്കിലും ഒന്നും എടുക്കണമെന്ന് പറഞ്ഞാൽ നിന്നത്. പക്ഷെ ആ സമയത്ത് ഞാൻ പിന്നെ അടുത്ത കമ്പാരിസണിലോട്ട് ഞാൻ പോയി. അടുത്ത കമ്പാരിസണിന്റെ റേറ്റ്, വില, കാര്യങ്ങളിലാണ്. RayZR വരികയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് 1,02,000 രൂപയാണ് ബേസ് മോഡലിന് വരുന്നത്. ഞാൻ എടുത്ത വണ്ടിക്ക് 1,09,000 രൂപയാണ് വില വന്നേക്കുന്നത്. 7,000 രൂപയുടെ വ്യത്യാസത്തിൽ എനിക്ക് കുറച്ച് നല്ല ഫീച്ചേഴ്സ് കിട്ടി. 7,000 രൂപയുടെ വ്യത്യാസത്തിൽ ഡിസ്ക് ബ്രേക്ക് കിട്ടി. 1,02,000 രൂപയുടെ വണ്ടിയിൽ ഡ്രമ്മാണ് വരുന്നത്. പിന്നെ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കിട്ടി. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള മോഡലാണ്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അത് പറയാൻ പറ്റുമോ? ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കിട്ടി. സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫ്, അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് എനിക്ക് ഈ 7,000 രൂപയുടെ വ്യത്യാസത്തിൽ വന്നു. പിന്നെ ഇതാണ് നമ്മുടെ ഹെഡ്ലൈറ്റ് LED ഹെഡ്ലൈറ്റ് കിട്ടി. 1,02,000 രൂപയുടെ വണ്ടിയിൽ ഹാലജന വരുന്നത്. പിന്നെ ഡിയോ എനിക്ക് ഓടിക്കുന്ന സമയത്തുള്ള ഒരു പ്രശ്നം, നൈറ്റ് നമുക്ക് ഒട്ടും വെട്ടമില്ല. ബ്രൈറ്റും അതെ, ഡിമ്മും അതെ, ഒരു വെട്ടമില്ല. പക്ഷെ ഈ വണ്ടി അത്യാവശ്യം നല്ല വെട്ടം തന്നെ കിട്ടുന്നുണ്ട്. പിന്നീട് വിലയുടെ കേസ് വരുമ്പം ആ ബർഗ്മാനിലോട്ട് പോകണമെങ്കിൽ 1,27,000 രൂപയാണ് വില വരുന്നത്. ഇപ്പൊ അത് 1,30,000 അടുപ്പിച്ച് ആയെന്ന് പറയുന്നത് കേട്ടു. അപ്പൊ അത്രയും വിലയുണ്ട്. പിന്നീട് ഞാൻ എന്റെ മെയിൻ്റനൻസിനെ പറ്റി ചോദിച്ചു. അപ്പം ഇതിന്റെ ഡിസ്ക് പാഡിന് വരുന്നത് 240, ആ റേഞ്ചിലാണ് ഡിസ്ക് പാഡിന്റെ വില വരുന്നത്. അതേസമയം നമ്മള് ബർഗ്മാൻ
പാഡിന്റെ റേറ്റ് പോവുകയാണെങ്കിൽ 500-750 ആ റേഞ്ചിൽ എന്താണ് ഡിസ്ക് പാഡിന്റെ വില വരുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി മെയിൻ്റനൻസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സുസുക്കിയുടെ ആ വണ്ടിക്ക് കുറച്ചുകൂടി നമ്മൾ കാശ് ഇറക്കേണ്ടി വരും. ഇവന് യമഹയ്ക്ക് അത്രയും ഇറക്കേണ്ടി വരത്തില്ല. അങ്ങനെ ഈ ഒരു കമ്പാരിസൺ ഒക്കെ നടത്തിയിട്ടാണ് ഞാൻ യമഹ RayZRലോട്ട് മാറിയത്. ഈ വണ്ടിയുടെ വില വരുന്നത് 1,09,000 ആണ്. പിന്നെ ഇതിന്റെ ഫിറ്റിംഗ്സ് മെയിൻ ആയിട്ട് ഇതിന്റെ ക്രാഷ് കാർഡാണ്. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടോപ്പ് വേരിയന്റ് എന്തായാലും ഇതല്ലല്ലേ, ഒരു ടോപ്പ് വേരിയന്റിന് ഇതിനേക്കാളും 3,000 രൂപ എക്സ്ട്രാ വരും. പക്ഷെ അത് നല്ല ഒരു ഡിസൈനിലാണ്. പക്ഷെ ബാക്കി അതിന്റെ ഫീച്ചേഴ്സിലൊന്നും ഒരു വ്യത്യാസം വരുന്നില്ല. ഡിസൈനിലാണ് ഈ വ്യത്യാസം വരുന്നത്. അത് ഇവിടെ ആയിട്ട് ഒരു മെറ്റൽ പീസ് ഒക്കെ വന്നിട്ട് ഇതിന്റെ ഡിസൈൻ ഒന്നും ഇങ്ങനെയല്ല, കുറച്ചുകൂടി സ്റ്റൈലിഷ് ആയിട്ടുള്ള ലുക്കും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. പിന്നെ ഒരു 3,000 രൂപ കൊടുത്ത് അത്രയും ഫീച്ചേഴ്സ് എല്ലാം ഒരേപോലെയാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിലോട്ട് പോയത്. പാർട്സിലായാലും വേറെ ഡിസൈനിൽ വേറെ വ്യത്യാസമൊന്നും വരുന്നില്ലല്ലോ, ചെറിയ വ്യത്യാസമുണ്ട്. ആ 3,000 രൂപ സൈഡിൽ വരുന്ന ഇതിൽ മാത്രം. പിന്നീട് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിന്റെ കളറിലും ഒക്കെ കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. പിന്നെ അതിന് തൊട്ട് താഴെയിരിക്കുന്ന ഒരു മോഡൽ നമ്മുടെ യമഹയുടെ ഒരു ബ്ലൂ കളർ ഉണ്ടല്ലോ, റൈസിംഗ് ബ്ലൂ കളർ. ആ ഒരു കളറിന് ഇതിനേക്കാളും 1,000 രൂപ വില കൂടുതലാണ്. ഞാൻ അലോയും കൂടെ ഏതെങ്കിലും ഒരു കളർ ചെയ്യാമെന്നുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത്. ഇത് ഇത്രയാണ് ഇതിന്റെ ഒരു വിലയിൽ വരുന്ന ഒരു വ്യത്യാസം. പിന്നെ ഇതിന്റെ എനിക്ക് എക്സ്ട്രാ ഫിറ്റിംഗ്സ് എല്ലാം കൂടെ ഒരു 3,700 ആ റേഞ്ചിൽ വന്നു. ക്രാഷ് കാർഡാണ് ഇതിന്റെ മെയിൻ ലുക്ക്. കാരണം ഈ ഒരു ക്രാഷ് കാർഡ് ഇല്ലെങ്കിൽ വണ്ടിക്ക് ഇത്രയും ഒരു ഹെവി ലുക്ക് കിട്ടത്തില്ല എന്നുള്ള ഒരു ഇതാണ്. കണ്ടാൽ തന്നെ നല്ല രീതിക്ക് പ്രൊട്ടക്ഷനും കൂടെ തരുന്ന ഒരു ക്രാഷ് കാർഡാണ്. പക്ഷെ ഈ പൈപ്പ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ലുക്ക് മാത്രമേ ഉള്ളൂ, വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല. പ്രത്യേകിച്ച് ഇതിന്റെ പെയിന്റ് ക്വാളിറ്റി ഭയങ്കര മോശമാണ്. ഈ ഒരു ഹെവിനെസ് നമുക്ക് ഫീൽ ചെയ്യുന്നതേ ഉള്ളൂ. നോക്കുമ്പോൾ നല്ല ബൾക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സൈസ് നല്ല വലിയ പൈപ്പാണ്. പിന്നെ എനിക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്, നമ്മുടെ റെഡോൺ എടുത്തപ്പോൾ 4 വർഷമായി. നമ്മൾ ഏകദേശം പുള്ളിയുടെ തണ്ടർബേർഡും നമ്മുടെ ഒരു NS കൂടെ ഏകദേശം ഒരേ സമയം എടുത്തത്. ഏകദേശം 4 വർഷത്തോളം തണ്ടർബേർഡ് യൂസ് ചെയ്തല്ലേ? 1 മാസം വ്യത്യാസത്തിൽ ഞാനാണ് ആദ്യം എടുത്തത്, അതിനുശേഷം അവരെടുത്തിട്ട് ഏകദേശം ഒരു 4 വർഷം തണ്ടർബേർഡ് യൂസ് ചെയ്ത ഒരാളാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് തണ്ടർബേർഡിൽ നിന്ന് പെട്ടെന്ന് ഇതിലോട്ട് ഒരു ഡൗൺ ഗ്രേഡ്, എല്ലാവരും അപ്ഗ്രേഡാണ് ചെയ്യുന്നത്, ഒരു ഡൗൺ ഗ്രേഡ് ആവാനുള്ളൊരു കാര്യം എന്താണ്? അത് ഫാമിലി മാൻ ആയതുകൊണ്ടുള്ള അത്യാവശ്യം നമുക്ക് ഒരു ബുള്ളറ്റ് അതല്ലെങ്കിൽ ഒരു ബൈക്കിൽ നിന്ന് ഞാൻ സ്കൂട്ടറിൽ വന്നപ്പോൾ ഉള്ള ഒരു വ്യത്യാസം ഞാൻ പറയാം. നമ്മളിപ്പോൾ വഴിയെ പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ 4 കിലോ സവാള 100 രൂപയെന്ന് പറഞ്ഞ് സൈഡിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ ബുള്ളറ്റിലാണ് പോകുന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കണം, നിർത്തണം എന്നൊക്കെ ആലോചിച്ച് ക്ലച്ച് പിടിച്ച് ഗിയർ ഡൗൺ ചെയ്ത് ബ്രേക്ക് ചെയ്ത് കുറച്ച് ദൂരം എത്തുമ്പോൾ ഈ സാധനം കടന്നു പോകും. അപ്പൊ നമ്മൾ വിചാരിക്കും ഇനിയിപ്പോ അടുത്ത സ്ഥലത്ത് നിന്ന് വായിക്കും എന്ന് പറഞ്ഞിട്ട് വിട്ടുപോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ബൈക്ക് ഒരു സ്കൂട്ടർ കമ്പാരിസണിലോട്ട് വരുമ്പോൾ നമുക്ക് ബൈക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, നമുക്ക് ഇത് കത്തിച്ച് പോവാന്നുള്ളതല്ല, അത് ഒരു കവർ പോലും നമുക്ക് കെട്ടിത്തൂക്കിയിടാൻ പറ്റില്ല. ഇൻ കേസ് നമ്മളൊരു കവർ കെട്ടിത്തൂക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓടുന്നതിന്റെ ഇടയിൽ ഒരു 1000 പ്രാവശ്യം ഇങ്ങനെ നോക്കും, കവർ അവിടെ ഉണ്ടാകും. അങ്ങനെ സ്റ്റോറേജ് സ്പേസ് വരുന്ന ഒരു ഭയങ്കര സംഭവമാണ് സ്കൂട്ടർ എന്ന് പറഞ്ഞാൽ. പിന്നെ ഞാൻ ഈ ഇതിലോട്ട് വന്നപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത്, ഇതിന്റെ ഫ്രണ്ടിലൊന്നും ഒരു സ്റ്റോറേജ് സ്പേസ് ഇല്ല. ഇവിടെ മറ്റേ നമുക്ക് പഴയ റേക്ക് ഉണ്ടായിരുന്നു, ഡിയോയ്ക്ക് ഉണ്ട്, ഇപ്പൊ ഇറങ്ങുന്ന ബെർഗ്മാനാണ് ഏറ്റവും നല്ല സ്റ്റോറേജ് സ്പേസ് അവർ കൊടുത്തിട്ടുള്ളത്. ശരിക്കും ഇതിനകത്തൊന്നുമില്ല, ഇത് പൊള്ളയാണ്. അവർക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റോറേജ് സ്പേസ് എങ്കിലും നമ്മുടെ മൊബൈലെങ്കിലും ഇടാൻ അവിടെ നല്ല യൂസ്ഫുൾ ആയിട്ട് നമുക്ക് നല്ല യൂസ്ഫുൾ വരുന്ന സ്ഥലമാണ് ആ ഒരു പോർഷൻ എന്ന് പറയുന്നത്. നമുക്ക് അവിടെ നിന്ന് അത്യാവശ്യം എന്തെങ്കിലും എടുക്കണം, പേഴ്സ് ഇടാനോ മൊബൈൽ ഇടാനോ എന്തെങ്കിലും ഒരു സ്റ്റോറേജ് സ്പേസ് വേണമായിരുന്നു. അത് കൊടുത്തിട്ടില്ല എന്നുള്ളത് ഭയങ്കര ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ബൈക്കിൽ നിന്ന് ഇതിന്റെ അടിയിൽ സീറ്റിന്റെ അടിയിൽ 21 ലിറ്റർ വരുന്നുണ്ടല്ലേ, കപ്പാസിറ്റി വരുന്നുണ്ട്. അത് നമുക്ക് അത്യാവശ്യം സാധനങ്ങളെല്ലാം ഇട്ട് നമുക്ക് പോകാൻ പറ്റും. പിന്നെ ബൈക്കിൽ നിന്ന് സ്കൂട്ടറിലോട്ട് വരുമ്പോൾ ഉള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റോഡൊക്കെ ഞാൻ കരുതിയത്, അതായത് ബുള്ളറ്റിന്റെ ആ വലിയ വീലില് ടയറിൽ ഞാൻ ഓടിച്ചപ്പോൾ ഞാൻ കരുതിയിരുന്ന നമ്മുടെ റോഡൊക്കെ വളരെ നല്ല റോഡാണെന്നാണ്. കാരണം അതിന്റെ ആ ചെറിയ ഒരു വേഗമൊന്നും നമുക്ക് അറിയത്തില്ല. പക്ഷെ സ്കൂട്ടറിലെ ചെറിയ ടയറിൽ ഓടിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി റോഡൊക്കെ പോയി, ഇനി അടുത്ത ടാറിങ്ങിന്റെ കാരണം ആ പോകുമ്പോൾ നമുക്ക് ആ ഒരു കുതിപ്പും കാര്യങ്ങളെല്ലാം ഇതിൽ അറിയാൻ പറ്റും. പിന്നെ ബൈക്ക് സ്കൂട്ടർ നോക്കി കഴിഞ്ഞാൽ സ്കൂട്ടർ ഒട്ടും സേഫ് അല്ല, ഇതിനെ തള്ളിയുടെ ഒരു ചെറിയ കല്ല് മതി. വലിയ വണ്ടി പോകുന്ന സമയത്ത് വോബ്ലിംഗ് ഉണ്ടാവുന്നുണ്ടല്ലോ. അത് പ്രത്യേകിച്ച് ഈ വണ്ടി എനിക്ക് വേറെ വണ്ടി, അതായത് ബെർഗ്മാൻ ഓടിച്ചപ്പോൾ ഒന്നും തോന്നിയിട്ടില്ല. പക്ഷെ ഈ വണ്ടി നന്നായിട്ട് കാറ്റ് പിടിക്കുന്നുണ്ട്. അത് അവര് എനിക്ക് തോന്നുന്നു മൈലേജിന് വേണ്ടി മാക്സിമം വെയിറ്റ് കുറച്ച് ചെയ്തതുകൊണ്ട്. ഞാൻ എന്റെ സ്പെക്ക് നോക്കിയപ്പോഴത്തേക്കും 125cc സെഗ്മെന്റിൽ ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള വണ്ടി ഈ മോഡലാണ്. ലൈറ്റ് ആയിട്ടുള്ള ടെക്നോ പാർക്കിന്റെ ഓവർ ബ്രിഡ്ജ് ഒക്കെ ഉണ്ടല്ലോ, അതിലേക്ക് പോകുന്ന സമയത്ത് ഒരു വണ്ടികളും വേണ്ട, അവിടുത്തെ കാറ്റ് മാത്രം മതി ഇത് ഇങ്ങനെ കിടന്ന് കുലുങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്തൂടെ ഒരു പാണ്ടിൽ ഒരു ബസ് ഓവർടേക്ക് ചെയ്ത് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വന്നാലും ആ കാറ്റത്തും വണ്ടി നന്നായിട്ട് പിടിക്കുന്നുണ്ട്. അതൊരു മൈലേജ് എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി മാക്സിമം കിട്ടുന്നുണ്ട്. 60 പുറത്ത് കിട്ടുന്നുണ്ട്, 63, 68 ആ റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ട്. പിന്നെ സ്മൂത്ത് റൈഡാണ്.
എഞ്ചിനൊക്കെ നല്ല സ്മൂത്ത്. പിന്നെ ഈ ലൈറ്റ് വെയിറ്റ് കാരണം ഞാൻ പറഞ്ഞില്ല, ഒരു ചെറിയ കല്ല് മതി ഇതിനെ തള്ളിയിടാൻ. ഞാൻ ബുള്ളറ്റ് ഓടിക്കുന്ന കണക്ക് ഒരു കല്ലിന്റെ ഇടയിലൊക്കെ കയറ്റിയപ്പം നൈസിന് വണ്ടി അങ്ങ് വീണുപോയി. ബുള്ളറ്റ് അത്രയും വെയിറ്റ് കിടക്കുന്നതുകൊണ്ട് നമുക്ക് വണ്ടി വീഴുമെന്നുള്ള ഒരു പേടിയൊന്നും വേണ്ട, എവിടെ വേണേലും വലിയ കയറി പൊക്കോളും. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഒരു സാഹചര്യത്തിൽ ഓടിക്കാൻ പറ്റിയ ഒരു വണ്ടി എനിക്ക് തോന്നുന്നു സ്കൂട്ടർ തന്നെയാണ്. കാരണം അത്യാവശ്യം ഇതിന്റെ ഇടയിൽ ഇതിന്റെ എക്കണോമിയിൽ നമുക്ക് ഒരു 60-62 km/h സ്പീഡിൽ എക്കണോമി തന്നെ നമുക്ക് ഓടിച്ചു പോകാൻ പറ്റും. അതായത് അപ്പോഴും തന്നെ നമുക്കൊരു 67-68 മൈലേജും കിട്ടുന്നുണ്ട്. ബുള്ളറ്റ് ഒക്കെ അല്ലെങ്കിൽ ഒരു ബൈക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ 6ാമത്തെ ഗിയർ അല്ലെങ്കിൽ 5ാമത്തെ ഗിയർ ടോപ്പ് ഗിയറിൽ പോകാന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല സ്പീഡ് വേണം. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ഒരു ട്രാഫിക്കിലും ഇവിടുത്തെ ഈ ചെറിയ റോഡുകളിലും പോകാൻ ബെസ്റ്റ് വണ്ടി സ്കൂട്ടർ തന്നെയാണ്. പിന്നെ ഇപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ റോഡിലെ കാഴ്ചകളൊക്കെ കണ്ട് പോകുന്നത്. കാരണം കാഴ്ചകളൊക്കെ കണ്ട് ഇപ്പൊ എന്തെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ വണ്ടി ഒന്ന് സ്ലോ ചെയ്ത് കണ്ട് അടുത്ത സ്പീഡ് കൂട്ടി അങ്ങനെ പോകാൻ പറ്റും. മറ്റത് അങ്ങനെയല്ല, ഒരിടത്തുനിന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ വരുന്നത് എന്താണ്, എങ്ങനെയെങ്കിലും മൈലേജ് കിട്ടണം, അതിനുവേണ്ടി ടോപ്പ് ഗിയർ ഇടണം, ഒറ്റ പോക്ക് അടുത്ത സ്ഥലത്ത് എത്തുക. ആ ഒരു വിചാരം മാത്രമേ നമ്മൾ ബൈക്കിൽ പോകുമ്പോൾ കിട്ടുന്നുള്ളൂ. പക്ഷെ സ്കൂട്ടറിൽ അങ്ങനെയല്ല, നമുക്ക് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നാട്ടിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഓടിച്ചു പോകാൻ പറ്റും. എനിക്ക് പ്രശ്നം തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഓക്കെയാണ്. ഞാൻ കഴിഞ്ഞ ഒരു 1-2 റൈഡ് ഞാൻ NH66 നമ്മുടെ കന്യാകുമാരി കഴക്കൂട്ടം കന്യാകുമാരി റോഡിൽ പോയി. ആ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് കിടക്കുകയാണ്. ഞാൻ എൻ്റെ ബുള്ളറ്റ്, ഞാൻ അധികം സ്പീഡിന് പോകുന്ന ആളല്ല, എന്നിട്ട് ഞാൻ ബുള്ളറ്റിൽ ഒരു ദിവസം പോകുന്ന സമയത്ത് നല്ല വെയിലുണ്ടായിരുന്നു. ഞാൻ ഹെൽമെറ്റൊക്കെ ഇട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് വണ്ടി ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ പോലും അറിയുന്നില്ല, വണ്ടി ഇങ്ങനെ 100 കടന്ന് ഇങ്ങനെ കയറിയായിരുന്നു. ഞാൻ പേടിച്ച് പെട്ടെന്ന് സ്പീഡ് കുറച്ച്. ഞാൻ സ്പീഡിന് പോകുന്ന ആളല്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ആ സ്ഥലത്തൂടെ തന്നെ ഞാൻ ഇതും കൊണ്ട് ഓടിക്കുന്ന സമയത്ത് അങ്ങോട്ട് നീങ്ങണില്ല വണ്ടി. എനിക്ക് തോന്നി ഇത് വണ്ടി കൈ കൊടുത്ത് ഇതിന്റെ കൂടെ ഇറങ്ങി ഓടിയാന്തെന്ന് വരെ ചിന്തിച്ചു പോയി. കാരണം വണ്ടി നീങ്ങുന്നില്ല. ആ സമയത്ത് ശരിക്കും നമ്മൾ ബൈക്കിനെ മിസ് ചെയ്യും. കാരണം സ്ട്രെയിറ്റ് റോഡ് വേറെ ഒന്നുമില്ല, ഇങ്ങനെ നീങ്ങത്തില്ല വണ്ടി, കാരണം സ്ട്രെയിറ്റ് കിടക്കുകയാണ്. ആ സമയത്ത് നമ്മൾ സ്കൂട്ടർ വേണ്ട, ആ ബൈക്ക് മതി എന്ന് തോന്നിപ്പോ. അത്രയും നല്ലൊരു റോഡ് കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ബൈക്കാണ് നല്ലത്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ഈ ട്രാഫിക്കിലും കാര്യങ്ങളിലും സ്കൂട്ടർ തന്നെയാണ് ബെസ്റ്റ് എന്നാണ് എന്റെ ഒരു പേഴ്സണലി ഉള്ള അഭിപ്രായം. അപ്പൊ ഇതുവരെ സാറ്റിസ്ഫൈഡ് ആണ് അല്ലേ? വണ്ടി സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ ഇനി പുതുതായിട്ട് വാങ്ങാൻ പോകുന്നവർക്ക് വണ്ടി സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യോ, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ നെഗറ്റീവായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു സ്കൂട്ടർ സെഗ്മെന്റിലോട്ട് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു വണ്ടി Yamaha RayZR ആണ്. കാരണം Yamahaയാണ്, അവരുടെ എഞ്ചിനൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, പക്ക സാധനമായിരിക്കും. പിന്നെ നമുക്ക് ഇതിന്റെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് വളരെ ചീപ്പാണ്. സർവീസിനൊക്കെ ആവുന്നത് വെറും 450 രൂപ 400 രൂപ ആ റേഞ്ചിലാണ് ആവുന്നത്. നമുക്ക് ഒരു ബൈക്കിൽ നിന്ന്, പ്രത്യേകിച്ച് ഞാനൊരു റോയൽ എൻഫീൽഡിൽ നിന്ന് ഇതിലോട്ട് വന്നപ്പം എനിക്ക് വളരെ തുച്ഛമായിട്ടൊരു പൈസ ആവുന്നുള്ളൂ. എൻ്റെ തണ്ടർബേഡിൽ ഞാൻ അടിച്ചുകൊണ്ടിരുന്ന ഒരു തവണ ഫ്യൂൽ അടിക്കുന്ന തന്നെ ഒരു 540 രൂപയ്ക്കൊക്കെയാണ് ഞാൻ ഫ്യൂൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ ഫുൾ ടാങ്കിൽ നിന്ന് അടുത്ത ഫുൾ ടാങ്കിലാക്കാൻ മാക്സിമം അടിക്കേണ്ടി വരുന്ന ഒരു 300 രൂപ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ മെയിൻ്റനൻസ് അറിയാലോ, ബുള്ളറ്റിന്റെ ചെയിൻ സ്പ്രോക്കറ്റിന് തന്നെ ആവുന്നത് 2100 രൂപയും പിന്നെ ലേബർ ഒരു 2800 രൂപ. പിന്നെ ഓയിൽ ചേഞ്ച്, ഓയിലിന് മാത്രം ആവുന്നത് 1100-1200 രൂപ. എങ്ങനെയൊക്കെയാണ് റേഞ്ച് പോകുന്നത്. സ്കൂട്ടറിലോട്ട് വരുമ്പം അങ്ങനെ ഒന്നുമില്ല, ആകെ ഓയിൽ മാറുക. ഫസ്റ്റ് സർവീസിന് എത്ര കോസ്റ്റ് ആയി? 400 രൂപ. റോയൽ നമ്മളെ തണ്ടർബേഡ് ആയിരുന്നെങ്കിൽ കമ്പനി സർവീസ് വരെ അവര് 3000 രൂപയുടെ സാധാ ഓയിൽ ഒഴിക്കുന്നതിന് തന്നെ 890 രൂപ ഓയിൽ മാത്രമാവും. പിന്നെ ബാക്കി കാര്യങ്ങളും തുടക്കാനുള്ള കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു വലിയ ലിസ്റ്റ് ഇട്ട് തരും. ഒരുപാട് ഫ്യൂൽ അടിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഓരോ തവണ ഫ്യൂൽ അടിക്കാൻ ഞാൻ അതിന് അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 540 രൂപ അങ്ങനെയൊക്കെയാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനടിക്കുന്നത് 300 രൂപ ആ റേഞ്ചിലേ ഉള്ളൂ. പിന്നെ ആ ഒരു ഇത് തോന്നിയത് ഇതിന്റെ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇപ്പോഴും അവർ 5 ലിറ്റർ. പക്ഷെ മൈലേജ് ഉള്ളതുകൊണ്ട് അതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. കാരണം ഒരുപാട് 100-200 കിലോമീറ്റർ ഒക്കെ ഓടുമ്പോഴേ ഒരു 2-3 കട്ട കുറയുള്ളൂ. ഫുൾ ടാങ്ക് അടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഓരോ തവണ ഞാൻ മൈലേജ് ചെക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഫുൾ ടാങ്ക് അടിച്ചുകൊണ്ടിരിക്കുന്നു. ഗൈസ്, അപ്പോൾ അത്രയൊക്കെ ആയിരുന്നു നമ്മുടെ ഓണർഷിപ്പ് റിവ്യൂ എന്ന് പറയുന്നത്. അത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള ഓണർഷിപ്പ് റിവ്യൂ അല്ല, കാരണം ഞാൻ പറഞ്ഞില്ല വണ്ടി പുതിയ വണ്ടിയാണ്, ആകെ 2000-something കിലോമീറ്റർ ഓടിയിട്ടുള്ളല്ലേ. അപ്പോൾ ഒരു ഡെപ്ത് ആയിട്ടുള്ളൊരു ഭയങ്കര ലാർജ് ആയിട്ട് അല്ലെങ്കിൽ ഒരുപാട് വലിയൊരു ഓണർഷിപ്പ് റിവ്യൂ ആണെങ്കിൽ വണ്ടി ഒരു 10-15-20,000 കിലോമീറ്റർ എങ്കിലും 5000 ഒക്കെ കഴിഞ്ഞാലേ വണ്ടി ഏകദേശം സെറ്റ് ആവും. അതെ. അപ്പോൾ നമുക്ക് കുറച്ചൊരു വണ്ടിയുടെ എക്സ്പെൻസ് എന്താണ്, സർവീസ് കോസ്റ്റ് എന്താണ്, എന്തെങ്കിലും പണി വന്നിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് വേറൊരു വീഡിയോ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇത് ചെറിയൊരു റിവ്യൂ ആയിട്ട് മാത്രം കണ്ടാൽ മതി. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ്. അപ്പോൾ വണ്ടിയെ പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ, വേറെ എന്തെങ്കിലും ചോദിച്ചറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓണർഷിപ്പ് ശേഖർ മച്ചാൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് കയറി ചോദിച്ച് പവറാക്കാം അല്ലേ. സെറ്റാക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.